നമ്മൾ പൊതുവെ നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരുത്താൻ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ, മറ്റ് ആന്തരിക അവയവങ്ങൾ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും? ഒരു പക്ഷെ ഡോക്ടേഴ്സിന് പറ്റുമായിരിക്കാം, ഒരു ഹാർട്ട് മാറ്റിവെക്കണം, കിഡ്നി മാറ്റിവെക്കണം. പക്ഷെ ഈ മനസ്സിനെ കുറിച്ച് നമ്മൾ ആരും അത്ര ഗൗരവത്തിൽ ചിന്തിക്കാറില്ല. പക്ഷെ ആ മനസ്സിലാണ് നമ്മുടെ സകല പോരായ്മകളും കഴിവുകളും ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ പോരായ്മകളെ മാത്രം, ദൗർബല്യങ്ങളെ മാത്രം നാം ചിന്തിച്ചു കൊണ്ട് നടന്നാൽ ആ വ്യക്തിയുടെ ജീവിതം അമ്പേ പരാജയം. എന്നാൽ ആ പ്രശ്നങ്ങളെ മാറ്റി അതിലുള്ള കഴിവുകളെ നമ്മളൊന്ന് ഉണർത്തിയെടുക്കുകയാണെങ്കിൽ, ആ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം വൻ വിജയമാക്കി മാറ്റാം. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം വീട്ടിലെ അമ്മമാര് അരി കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് കല്ലുണ്ടാവും, അരിച്ചെടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ കാലത്ത്, ഇപ്പൊ എനിക്ക് അറിയില്ലേ, പണ്ട് കാലത്ത് ഈ സ്വർണ്ണക്കടയിലൊക്കെ രാവിലെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് അവിടുത്തെ ആ കടയുടെ മുന്നിലുള്ള മണ്ണെല്ലാം ബ്രഷ് കൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടി അവരൊരു പാത്രത്തിലാക്കിയിട്ട് എന്നിട്ട് അവര് അരിച്ചെടുക്കും. അപ്പൊ അതിന്നൊരു പക്ഷേ വളരെ സംതിങ് ഗ്രാം അവർക്ക് കിട്ടിയാലായി. കാരണം ഇവര് ഉരച്ചു നോക്കുമ്പോ താഴെ വീഴുന്ന സ്വർണത്തിന്റെ പൊടി അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം, അത് ഇവർക്ക് കിട്ടും, അത്രേ കിട്ടുള്ളൂ. പക്ഷെ നമുക്കൊരു കുമ്പാരം മണ്ണിൽ നിന്ന് ഒരു ലേശം സ്വർണം എന്നതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുക. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിന്തകൾ, അതിൽ അന്തർലീനമായി കിടക്കുന്ന ശക്തി, കഴിവ്. പക്ഷെ ഭൂരിപക്ഷം ആളുകളും അന്തർലീനമായി കിടക്കുന്ന ശക്തിയെ, കഴിവിനെ വികസിപ്പിക്കാൻ പറ്റാതെ ദുർബലരായി ജീവിതം തീർക്കുന്നവരാണ്. കാണാം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ. അപ്പോ എന്തുകൊണ്ട് അവരങ്ങനെയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കാലം അല്ലെങ്കിൽ സാഹചര്യം ഞങ്ങൾ അങ്ങനെയാക്കി. ഞാൻ ഇന്നൊരു അമ്മയെ കണ്ടു. ഞാനിത് പറയാൻ കാരണം, അവര് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കാരണം അന്നത്തെ സാഹചര്യങ്ങൾ. പിന്നെ അവര് കല്യാണം കഴിഞ്ഞു, സ്വന്തമായിട്ടൊരു വരുമാനത്തിന് അവർ പശു വളർത്തൽ തുടങ്ങി. അങ്ങനെ പശുവിനെ വളർത്തി. പിന്നെ അവർ പറഞ്ഞു, സ്വാമിജിയുടെ ഏഷ്യാനെറ്റ് പ്രസംഗം ഞാൻ കേൾക്കാൻ തുടങ്ങി. എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഭാഗ്യത്തിന് അവരെടുത്തൊരു വീട്ടിന്റെ അടുത്തൊരു അധ്യാപികയോ ആരോ ഉണ്ട്, അവരെടുത്ത് ചെന്ന് ഇതിങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസമില്ല, ഒരു മൂലഭാഗവതം സംസ്കൃതം വായിക്കുന്നു, നാരായണീയം വായിക്കണം. അങ്ങനെയൊക്കെ വായിക്കാൻ അവർ പരിശീലിച്ചെടുത്തു. അപ്പൊ നോക്കൂ, അവർ പഠിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല, എനിക്കിതിലൊന്നും ഒരു സൗകര്യം ഉണ്ടായിരുന്നു, കുറ്റം പറഞ്ഞിരിക്കാം. പക്ഷെ വീടിന്റെ തൊട്ടടുത്തൊരു അധ്യാപികയുടെ അടുത്ത് പോയി പഠിച്ച് അവരത് പഠിച്ചെടുത്തപ്പോൾ കുറവുകളെ, ദൗർബല്യങ്ങളെ അല്ല നോക്കിയത്, കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക. ഭൂരിപക്ഷം അങ്ങനെ വരുന്നില്ല. കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി ഈ പോരായ്മകളും ഇല്ലായ്മകളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് എങ്ങനെ ജീവിതം സ്പോയിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. പൊതുവെ നമ്മുടെ ഒരു ചുറ്റുപാട് അങ്ങനെയാണ്. ഇപ്പൊ ഒരു മകൻ കള്ളിലേക്കോ കഞ്ചാവിലേക്കോ അല്ലെങ്കിൽ ലഹരിയിലേക്കോ ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറയാം അവന്റെ കൂട്ടുകെട്ട് ശരിയല്ല. പക്ഷെ ആ കൂട്ടുകെട്ടിലേക്ക് പോവാനുള്ളൊരു സാഹചര്യം ആരുണ്ടാക്കി? ഇപ്പൊ വീട്ടിൽ നല്ലൊരു കൂട്ടുകെട്ടില്ലാതെ പോയി. ഇപ്പൊ വീട്ടിൽ ആ കുട്ടിയെ വളർത്തി കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണോ ഇടപഴകേണ്ടത് അത് ഇടപഴകിയില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ, നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാതെ, പോരായ്മകളെ, കുറവുകളെ പറഞ്ഞിരുന്നാൽ ഒരു ജീവിതം നശിപ്പിക്കുക, അത്രയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗീതയിൽ കൃഷ്ണൻ നമ്മളെ കഴിവുള്ളവരാക്കുക, കരുത്തുള്ളവരാക്കുക എന്നതാണ് കൃഷ്ണന്റെ ലക്ഷ്യം. എനിക്ക് ഭഗവത്ഗീതയോടെ ഏറെ ആദരവും അതാണ്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ കഴിവുള്ള, കരുത്തുള്ള, അറിവുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റുക. എന്നാലോചിച്ചു, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഗീത ഇവിടെ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ സഹായിക്കുന്ന, കരുത്തും കഴിവും നേടിത്തരാൻ സഹായിക്കുന്ന ജീവിത മാർഗദർശിയാണ്. ഇത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തെയാണ് കരുത്തുള്ളതാക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെയാണ് കഴിവുള്ളതാക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെ അത് പ്രകാശമുള്ളതാക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്വന്തം ജീവിതത്തെ പ്രകാശമാക്കി തീർക്കുന്ന എല്ലാ ദൗർബല്യങ്ങളുടെ ഇരുട്ടിൽ നിന്നും നമ്മളെ കഴിവിന്റെ, അറിവിന്റെ, ശക്തിയുടെ, പ്രചോദനത്തിന്റെ, പോസിറ്റീവ് തിങ്കിങ്ങിന്റെ പ്രകാശത്തിലേക്ക് നയിക്കും.
അതുകൊണ്ടാണ് ഗീത പഠിക്കണം, ഗീത വായിക്കണം എന്ന് ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു. അതിഗംഭീരമായ ഒരു പ്രസ്താവനയാണ് കൃഷ്ണൻ പറയുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു. എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ പഠനമുറിയിൽ ഇത് എഴുതി വെക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുണ്ടെങ്കിൽ ജ്ഞാനം ലഭതേ, ജ്ഞാനം കിട്ടിയിരിക്കും. ഈ ശ്രദ്ധയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്താണ് ഈ ശ്രദ്ധ എന്ന വാക്ക്? ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ശ്ര എന്നതിന് ശ്രമമെന്നും ധ എന്നതിന് ധാരണമെന്നും. എന്തിനെയാണ് ധരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. ബോധ മനസ്സിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത്. ആ ബോധ മനസ്സിനെ കുറിച്ചൊന്ന് ബോധമുള്ളവരായി തീരുക. അതിനാണ് നമ്മൾ കുറച്ചു നേരം കണ്ണടച്ചൊക്കെ ഉള്ളിലേക്ക് നോക്കി പഠിക്കണം. ഇപ്പൊ ബോധ മനസ്സിലൂടെയാണ് ജീവിതത്തെ കാണുന്നത്, ജീവിതം അനുഭവിക്കുന്നത്, ജീവിതം അറിയുന്നത്, ജീവിതം ആസ്വദിക്കുന്നത് എന്ന് അടിവരയിട്ട് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. ബോധ മനസ്സിലുണ്ടാകുന്ന അനുഭവമാണ് ജീവിതം. കാരണം ബോധ മനസ്സില്ലേ ജീവിതവുമില്ല. അതിൽ ആ ബോധം എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്. കാരണം നമ്മുടെ ചിന്തകളെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ചുവിടാം. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ബോധമണ്ഡലത്തെ, ബോധശക്തിയെ ഏത് ചിന്തയിലേക്കും നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദുർബല വികാരങ്ങളെ തന്നെ ചിന്തിക്കാം. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ, അതിലേക്ക് അങ്ങനെ കുരുങ്ങിപ്പോവാം. അതല്ല, നമുക്ക് നല്ല കൂട്ടുകെട്ടുകളിലൂടെ ചിന്തകളെ മാറ്റിമറിക്കാം. നിങ്ങൾ നോക്കൂ, രത്നാകരന്റെ ജീവിതം കട്ടും കവർന്നും കൊന്നും കൊലയെ വിളിച്ചൊക്കെ നടക്കുന്ന ആള്. നാരദ മഹർഷി ഇപ്പോഴുള്ള മഹാത്മാക്കൾ ചോദിക്കുകയാണ്, നീ ചെയ്തു കൂട്ടുന്ന പാപം നീയും നിന്റെ വീട്ടുകാരൊക്കെ അനുഭവിക്കുക ചോദിച്ചപ്പോ ആദ്യം കരുതി വീട്ടുകാർ അനുഭവിക്കും, പങ്കുവയ്ക്കും. അവര് പങ്കുവയ്ക്കില്ല എന്ന് പറഞ്ഞപ്പം നാരദ മഹർഷി പറയുന്ന സാധന അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തെ അദ്ദേഹം തിരിച്ചു വിട്ടു. അപ്പൊ നല്ലത് കേൾക്കാൻ നമുക്ക് സാധിക്കുന്നതിന് കാരണം അച്ഛനും അമ്മയും ഒക്കെ മക്കൾ ഉപദേശിക്കും. എത്ര വഴിതെറ്റിപ്പോയാലും നോക്കൂ, നീ ചെയ്യുന്നത് ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ മദ്യം കഴിച്ച് ജീവിതം വഴിതെറ്റിക്ക്, ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും അത് വകവയ്ക്കില്ല പലരും, ശ്രദ്ധ വയ്ക്കില്ല പലരും. അപ്പൊ അങ്ങനെ നമ്മുടെ ബോധത്തെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം അറിയണം. ഈ ബോധശക്തിയിലാണ് ജീവിതത്തിന്റെ മുഴുവൻ കരുത്തും കഴിവും ഇരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത, ഈ ശരീരത്തിന്റെ അവയവങ്ങളെയൊക്കെ ഈ രൂപത്തിലാക്കി, ഈ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചുറ്റും ആരാണിതൊക്കെ ചെയ്തത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജഡമായി ശരീരത്തിന് ചെയ്യാൻ പറ്റുന്നു? ഒരു ഇനേർട്ട് മെറ്റീരിയലിന് ഒരു ഇന്റലിജൻസ് ഉണ്ട്, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ഒരു ഇന്റലിജൻസ് ഇല്ലാതെ ഹാർട്ട് ഇത്ര മിടിക്കണം, ലങ്സ് ഇങ്ങനെ പ്രവർത്തിക്കണം, ഓരോ അവയവവും എവിടെയൊക്കെയാണ് വെച്ചതെന്ന് ഒരു ഇന്റലിജൻസ് ഇല്ലാതെ ഇതിങ്ങനെയൊക്കെ വരുമോ? എല്ലാം കൃത്യമായി എന്തൊരു നിങ്ങളെ ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം സാധനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഈ വയർ വരേണ്ടത്, സ്വിച്ച് എവിടെ വെക്കണം എന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഓരോ സെൻസ് ഓർഗൻസ് എവിടെ വെക്കണം. എന്തൊരു പെട്ടെന്ന് നമ്മൾ കാലിലൊരു ചെറിയ മുള്ളു കുത്തിക്കഴിഞ്ഞ് എന്തൊരു പെട്ടെന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ അവിടേക്ക് എത്തുന്നു. കാലിന് ഒരു മുറിവ് പറ്റി, അല്ലെങ്കിൽ അവിടെ ഒന്ന് തലോടി കൊടുക്കണം, എന്തെല്ലാം പ്രവർത്തനങ്ങൾ. ഒരു വേദന വന്നു, ഉടനെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി, ഉടനെ അത് കാല് എന്താണ് പറ്റിയത്, ഉടനെ തന്നെ നമ്മൾ അതിനെ ശുശ്രൂഷിക്കുകയാണ്. ഇതൊക്കെ എന്തൊരു ഫാസ്റ്റ് ആയിട്ടാണ്, ഫാസ്റ്റ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളൊക്കെ ഒരു അന്ധമായിട്ട് അങ്ങോട്ട് എടുക്കരുത്. ഇതൊക്കെ ദൈവം എന്ന് പറയരുത്. ഒരു ഇന്റലിജൻസ് ഉണ്ട്. ആ ഇന്റലിജൻസിന് ഇത്രയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അറിയില്ലേ, ആ ഇന്റലിജൻസിന് നമ്മുടെ ജീവിതത്തെ കഴിവുള്ളതാക്കണം, കരുത്തുള്ളതാക്കണം. ആ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബോധശക്തിയിലാണെങ്കിൽ മനുഷ്യന്റെ സകല കഴിവുകളും ആ ബോധത്തിലാണ്. പക്ഷെ നമ്മൾ ആ ബോധത്തെ അല്ല ശ്രദ്ധിക്കുന്നത്. ആ ബോധത്തിന്റെ കഴിവുകളോ ശക്തികളോ വികസിപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ നമ്മുടെ ശീലങ്ങളെ കണ്ടിന്യൂ ചെയ്യാണ്.
ഇന്നലെ രാവിലെ 8 മണിക്ക് എണീറ്റു, നാളെയും 8 മണിക്ക് എണീക്കുന്നു, ഇന്നും വൈകി അല്ലെങ്കിൽ കിടക്കുന്നു, നാളെയും വൈകി കിടക്കുന്നു. 24 മണിക്കൂർ നാം നമ്മുടെ ലോകത്തിലും നമ്മുടെ ചിന്തയിലും എന്ത് കഴിവ് വികസിക്കാൻ പറ്റും? കാരണം നമ്മുടെ ശീലങ്ങളിൽ കുരുങ്ങി കിടക്കുകയാണ്, നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ കുരുങ്ങി കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ രീതികളിൽ. നമ്മൾ പറയില്ലേ, അതെന്റെ ജീവിത രീതിയാണ്, മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അതിലെങ്ങനെ കുരുങ്ങി കിടക്കുന്ന ഒരാൾക്ക് ഈ ബോധത്തിൽ അന്തർലീനമായ കഴിവിനെയും ശക്തിയെയും കുറിച്ച് എന്തറിയാൻ പറ്റും? അതാണല്ലോ നമ്മുടെ ദൗർബല്യം, നമ്മൾ അറിയുന്നില്ല. ഇത്രയും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിക്ക് കഴിവും അറിവും ശക്തിയും തരാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോ നമുക്ക് വേണം എന്താണ്? ഈ അന്തർലീനമായ ശക്തിയെ ആർക്ക് വികസിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നോ അവര് ചെയ്യേണ്ട കാര്യം ആദ്യം മനസ്സിലാക്കുക. ജീവിതം ഈ 2-3 പോയിന്റ് നിങ്ങൾ തലയിൽ ഉറപ്പിക്കണം. അടിവരേണ്ടത് ബോധ മനസ്സിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെയാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിന് ഒരു നിർവചനം കൊടുത്താൽ ബോധ മനസ്സിൽ റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന അനുഭവങ്ങളെയാണ്. ബോധ മനസ്സിനെ ഒന്ന് വിട്ടു നിർത്തിയിട്ട് നിങ്ങൾ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കും, ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ എന്ത് ഡിഫൈൻ ചെയ്താലും ബോധ മനസ്സിനെ വിട്ടിട്ട് നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ പറ്റില്ല. അബോധത്തിൽ കിടക്കുന്ന ഒരാൾക്ക്, കോമയിൽ കിടക്കുന്ന ഒരാൾക്ക് എന്ത് ജീവിതം? അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ബോധ മനസ്സിലുള്ള അനുഭവമാണ്. ആ ബോധ മനസ്സിലെ ബോധം, അതിന് എല്ലാ അറിവും കഴിവും സ്വാതന്ത്ര്യവുമുണ്ട്. നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും ജീവിതത്തിൽ മാറ്റിയെടുക്കാനുള്ള കഴിവ് അതിലുണ്ട്. നമുക്ക് ജീവിതത്തിൽ ശക്തി തരാനുള്ള ശക്തി അതിലുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ആ ബോധശക്തിയെ വികസിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ ശ്രദ്ധ അതിലേക്കാ വേണ്ടത്. ഏതിന്? ആ ബോധത്തിലേക്ക്. തത്പര തൽപര തത് എന്ന് പറഞ്ഞാൽ ആ പരമമായതിന്, പരമസത്യത്തിലേക്ക്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഭാരതത്തിലെ ഋഷിവര്യന്മാർ ശ്രദ്ധ എന്നൊരു വാക്കുപയോഗിച്ചത് എന്താണ്? ശ്രദ്ധ എന്നതുകൊണ്ട് അർത്ഥമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ള സത്യത്തെ വികസിപ്പിച്ചെടുക്കുക, പ്രയോജനപ്പെടുത്തുക, അതിന്റെ പേരാണ് ശ്രദ്ധ. ഉള്ളതിനെ നമുക്ക് പ്രയോജനകരമാക്കി തീർക്കുക. ഇപ്പൊ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതാണ്. ഇപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളൊരു കഴിവിനെ വികസിപ്പിക്കുക എന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ അച്ഛനമ്മമാരെ വിചാരം അത് കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ഏകാഗ്രത എന്ന് പറയുന്നത്, അച്ഛനമ്മമാരെ വിചാരം ഇങ്ങനെ കണ്ണു സൂക്ഷിച്ച് അതിലേക്ക് അങ്ങനെ മനസ്സിരുത്തി വായിക്കുക എന്നൊക്കെ പറയുന്നത്, അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കുറെ സ്ട്രെയിൻ എടുക്കുക എന്നാണ്. അത് കുറെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാനസിക ശാരീരിക രോഗം ഉണ്ടാക്കും. അച്ഛനമ്മമാർ ഈ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർ സ്ട്രെയിൻ ചെയ്താൽ നാളെ ആ കുട്ടിക്ക് കണ്ണിനും ബ്രെയിനും ഒക്കെ കേടുവരും. അപ്പൊ പിന്നെ ശ്രദ്ധയോടുകൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധ എന്ന് പറയുന്നത് ഉള്ള കഴിവിനെ വികസിപ്പിക്കലാണ്. കഴിവ് വികസിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ സാധനാനുഷ്ഠാനങ്ങൾ വേണം. സാധനാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് കഴിവിനെ വികസിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്ന് പല കുട്ടികളും, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക, എങ്ങനെയെങ്കിലൊക്കെ കുത്തിയിരുന്ന് വളരെ വളരെ ഏകാഗ്രതയൊക്കെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ വായിച്ച് തന്നെ അതും പല കുട്ടികളും ഉണ്ടല്ലോ, ഈ വായന എന്ന് പറയുന്നത് ചില സമയത്ത് അവര് അനാവശ്യമായിട്ട് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാപ്പി, ചായ, കട്ടൻ ചായ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ചില കുട്ടികൾ ലഹരി വരെ ഒരു പെർസെന്റേജ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഉറക്കം വരാതിരിക്കാൻ. അങ്ങനെ IAS, അതായത് സിവിൽ സർവീസ്, ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുക. ഒരുപക്ഷെ പാസ്സായാലും നാളെ ഇവർ മെന്റലി പ്രോബ്ലത്തിലാണ്. കാരണം അങ്ങനെയുള്ളൊരു കോൺസെൻട്രേഷനിൽ ജയിച്ചു വരുന്ന കുട്ടികളാണ് IIT ക്യാമ്പസുകളിൽ തൂങ്ങി മരിക്കുന്നത്. ഒരു വർഷം ഇന്ത്യയിൽ 100 കണക്കിന് കുട്ടികളാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടില്, IIT-യില് ആത്മഹത്യ ചെയ്യുന്ന. ആലോചിച്ചു, സങ്കടം ആലോചിച്ചു. ഇത്രയും കുട്ടികൾ പറയുമ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാലോ, JEE ഒക്കെ എഴുതിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അവരെങ്ങനെങ്കിലും കുത്തിയിരുന്ന് വായിച്ച് പഠിച്ച് പാസ്സാവും. പക്ഷെ മാനസിക ശക്തിയില്ല. ഒരു ചെറിയ വിഷമം വന്നാൽ, ചെറിയ ഒരു കുറ്റപ്പെടുത്തൽ വന്നാൽ, ചെറിയൊരു അവഗണന വന്നാൽ കഴിഞ്ഞു.
കഴിയും, അതോടുകൂടി ജീവിതം കഴിയും. അത്രയുള്ളവരുടെ ജീവിതം. ഇന്ന് IAS തൂങ്ങി മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IPS തൂങ്ങി മരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗതികേട് ആലോചിച്ചു. കാരണം പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവ്, ആ വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കഴിവ്, ഈ കഴിവ് എവിടുന്നാ വരേണ്ടത്? ഈ കഴിവ് അവരുടെ ബോധത്തിലുള്ളത് അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അവർ പഠിച്ചോക്കെയോ, അവരിങ്ങനെ കുത്തിയിരുന്ന് മെനക്കെട്ട് ആവർത്തിച്ച് വായിച്ച് അവരൊരു ശ്രദ്ധ ഡെവലപ്പ് ചെയ്ത, ശ്രദ്ധ എന്നല്ല അതിന് പറയാം, കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്ത. ഇവിടെ ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം ബോധത്തെ വികസിപ്പിക്കുക. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ബോധത്തെ വികസിപ്പിക്കേണ്ട കാര്യമില്ല. ബോധം വികസിച്ചാണ്, വികസിപ്പിക്കേണ്ടത് മനസ്സിനെയാണ്. പക്ഷേ നമുക്ക് വാക്കുകളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാണ്, ഇപ്പോൾ നമ്മുടെ ബോധമണ്ഡലം പല ദുർബല ചിന്തകളിൽ പെട്ടതുകൊണ്ട് അതിൽ നിന്നും അതിനൊന്ന് വികസിപ്പിച്ചെടുക്കുക. നമ്മൾ പറയില്ലേ, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വികസിപ്പിച്ചെടുക്കുക. അതുകൊണ്ടാണ് ആ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധ എന്ന വാക്കിന് ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾ ക്രമേണ മനസ്സിലാക്കുക. ബോധ വികാസം, ബോധത്തെ വികസിപ്പിക്കുക. ഞാൻ എടുത്തു പറയട്ടെ, ബോധത്തെ വികസിപ്പിക്കേണ്ടതിൽ ആവർത്തിച്ച് പറയാം. കാരണം കുറച്ചൊക്കെ ഒരു ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കും സ്വാമി എന്ത് വിഡ്ഢിത്തരാ പറയുന്നത്. ബോധം പൂർണ്ണമാണ്, പൂർണ്ണമായതിനെന്ത് വികസിപ്പിക്കുക. അതുകൊണ്ട് തന്നെ പറയാണ്, വികസിപ്പിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശ്രദ്ധ ബോധത്തെ നല്ല ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചുവിടുമ്പോഴാണ്, ബോധവും നല്ല ചിന്തകളും തമ്മിലുള്ളൊരു താതാത്മ്യം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായ ശക്തിയും കഴിവും ഉണരുന്നത്. ആ ഒരു തലത്തിലാണ് ബോധവികാസം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഉള്ളിലുള്ള നമ്മളുണ്ടല്ലോ ഈ കിണർ കുത്തി ഭൂമിക്കടിയിലുള്ള വെള്ളത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന പോലെ. ഇപ്പൊ വെള്ളം അവിടെ ഉണ്ട്, ഭൂമിയിലുണ്ട്. അതിനെ നമുക്ക് കണ്ടെത്താൻ അവിടെ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന മണ്ണിനെ എടുത്ത് മാറ്റണം, ചളി എടുത്ത് മാറ്റണം. എന്നതുപോലെ ഈ കഴിവുകളൊക്കെ ബോധത്തിലുണ്ട്. അതിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ സാത്വിക ചിന്തകൾ അതിലേക്ക്. അപ്പൊ അതാണ് ശ്രദ്ധ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു തലത്തിൽ പറയാണ്, സാധാരണക്കാരന്റെ തലത്തിൽ പറയാണ്, ശ്രദ്ധ എന്നാൽ ബോധ വികാസം, ഉള്ള ബോധത്തെ വികസിപ്പിക്കുക. ബോധമാണ് ഈശ്വരൻ, ബോധമാണ് സത്യം. കാരണം ബോധമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ ബോധമാണ് എല്ലാം. ബോധം വിട്ടുകൊണ്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സംസാരിക്കാനോ ചിന്തിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഹിന്ദു മതത്തിൽ വിശ്വാസം എന്നൊരു വാക്ക് ഒരിക്കലും ദൈവമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഉപയോഗിക്കാറില്ല. ദൈവത്തെ വിശ്വസിക്കുക. കാരണം വിശ്വാസം എന്നത് നമുക്ക് ഇവിടെ ഈ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയാം. ഇത് നമുക്ക് നേരിട്ട് വ്യക്തമായൊരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ നമ്മൾ വിശ്വാസം ശരിയുമാവാം, വിശ്വാസം ശരിയാവാതിരിക്കുകയും ചെയ്യാം. പിന്നീട് ഒരു പക്ഷേ നിങ്ങൾ പറയണം, എന്നെ വ്യക്തി ശരിയല്ല, കുറെ കഴിഞ്ഞാൽ അയാൾ ശരിയല്ല എന്നുള്ളത് മനസ്സിലായി, അല്ലെ ഇന്ന വ്യക്തി നല്ല വ്യക്തിയാണ്, ഒരു പക്ഷെ കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കിക്കാം. പക്ഷെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ല. ഇപ്പൊ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുക എന്നല്ല പറയാ. ആത്മവിശ്വാസം എന്നൊരു വാക്ക് പൊതുവെ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് ആത്മവികാസമാണ്, വിശ്വാസമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കുകളാണ്. അത് ഈ സെമറ്റിക് മതങ്ങൾ ഉണ്ടാക്കിയ വാക്കാണ് വിശ്വാസം. ഉള്ളതിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉള്ളതാണ്, ബോധമില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബോധമുള്ളതാണെങ്കിൽ ഉള്ളതിനെ വികസിപ്പിക്കേ വേണ്ടു, അതിനെ വിശ്വസിക്കണ്ട. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി നാം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും ചെയ്യണ്ട. അല്പനേരം പ്രാണായാമം, പ്രണവം, അതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രം, ഒന്നുമില്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ഒരു 108 പ്രാവശ്യം ജപിച്ചു തുടങ്ങും. ചെയ്തു നോക്കൂ. നിങ്ങൾ അത്രയും നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ക്രമേണ 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 നിങ്ങളുടെ മാനസികാവസ്ഥയിലുള്ള പരിണാമം നിങ്ങൾക്കുണ്ടായേ പറ്റുള്ളൂ. നിങ്ങൾ അറിയോ, കുട്ടികൾ പഠിക്കണം. കുട്ടികളൊക്കെ എഴുത്തിനിരിക്കുന്ന സമയത്ത്, അന്ന് നിങ്ങൾക്കറിയില്ലേ, കൊച്ചു കുട്ടികളാണ്,
വളർന്നു വരുന്ന നമ്മളോട് പറയും അറിവിന്റെ ദേവതയാണ് സരസ്വതി. സരസ്വതിയെ നമ്മൾ അറിവിന്റെ ദേവതയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സരസ്വതി പൂജ ചെയ്യും എല്ലാ വർഷവും നവരാത്രി കാലത്ത്, വിദ്യാരംഭം കുറിക്കും. പക്ഷെ ഈ സരസ്വതി പൂജയുടെ പൊരുൾ നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മൾ കേവലം ഒരു സരസ്വതി ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് വിളക്ക് വെച്ച്, പിന്നെ കേരളത്തിലാണെങ്കിൽ ഈ സരസ്വതി ദേവിക്കും ലക്ഷ്മിക്കും ദുർഗയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിലും ശർക്കരയും തേങ്ങയും. അതുകൊണ്ട് നവരാത്രി കാലത്ത് ഒട്ടുമുക്കാല് ഈ ദശമി പൂജയിലൊക്കെ കാണാൻ പറ്റുന്ന മലര് അല്ലെങ്കിൽ പൊരി, അവില്, ശർക്കര, ഇതൊക്കെയാണ്. ഒരു വിളക്കും കൊളുത്തി വെച്ചാൽ നവരാത്രി പൂജയുടെ ഒരു ഭാഗമായി. പിന്നെ കുറെ പൂക്കളും പിന്നെ കുറെ ഭജനയൊക്കെ പാടിക്കഴിഞ്ഞാൽ നവരാത്രി പൂജ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ദേവിയുടെ ആ ഫോട്ടോ നമുക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് അതിന്റെ പിന്നിലുള്ള പൊരുൾ? നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലും ദേവിയെക്കുറിച്ച്. യാ കുന്തേന്ദു തുഷാരഹാരധവളാം യാ ശുഭ്രവസ്താവൃതാ യാ വീണാ വരദണ്ഡമണ്ഡിതകരാം യാ ശ്വേതപത്മാസനാം യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭി ദേവൈ സദാ പൂജിതാം സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാട്യാപഹ. ഈ ശ്ലോകം കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. എന്താണ് അതിനർത്ഥം? നിങ്ങൾ ദേവിയുടെ ചിത്രം നോക്കൂ. ദേവിയുടെ 4 കൈകള്, ദേവി ഇരിക്കുന്നത് താമരയിൽ, വെളുത്ത ശുഭ്രവസ്ത്ര. ഇപ്പൊ ദേവിയുടെ ഒരു കൈയില് ജപമാലയാണ്, വലത് കൈയില് മുകളിൽ നിൽക്ക് ജപമാല പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ മറ്റു 2 കൈകള് വീണയില് വെച്ചിരിക്കണം. പിന്നെ മറ്റ് താഴെ ഇടത് കൈയില് ഒരു പുസ്തകവും കാണാം. ഇപ്പൊ ദേവിയുടെ കയ്യിൽ ഇതൊക്കെയാണ്. വെളുത്ത മാലയാണ്, തുഷാരഹാരധവള ശുഭവസ്താവൃത വീണാവരദണ്ഡ, കയ്യിൽ വീണ വെച്ചിട്ടുണ്ട്. ശ്വേതപത്മാസന, പത്മാസനം എന്ന് പറഞ്ഞാൽ താമര, വെളുത്ത താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാച്യുത ശങ്കര, എല്ലാ ദേവന്മാരാലും പൂജിക്കുന്ന ഈ ദേവി മാം പാതു, എനിക്ക് ജ്ഞാനം തന്ന് എന്നെ അനുഗ്രഹിച്ചാലും നിശേഷജാട്യാപഹ, എന്റെ ഉള്ളിലുള്ള എല്ലാ ജഡത്വവും അജ്ഞാനവും എന്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള അവിവേകവും ഇല്ലാതാവട്ടെ. ഇതാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം. അപ്പോ ഇവിടെ എന്താണ് ഈ സൂചിപ്പിക്കുന്നത്? ജപമാല. ആദ്യം നമുക്ക് വേണ്ടത് സാധനയാണ്. സാധനയുടെ പ്രതീകമാണ് ജപം. ഇപ്പൊ രാവിലെ എണീറ്റ് കുട്ടികള്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികള് ജപിക്കണം. അതിനാണ് പണ്ട് കാലത്ത് ഈ ബ്രഹ്മചാരികൾ ഗായത്രി മന്ത്രം ജപിക്കണം എന്ന് പറയുന്നത്. 108 തവണ 1008 തവണയൊക്കെ ഗായത്രി ജപിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് ആ കൾച്ചറുള്ളത്? ഇപ്പൊ രാവിലെ തന്നെ ജപം വേണം. അപ്പൊ ജപിച്ച് ബോധം വികസിക്കണമെങ്കിൽ ജപിക്കണം. അങ്ങനെ ജപിച്ച് ബോധം വികസിക്കുമ്പോൾ നമുക്ക് അറിവ്, ഒരു കയ്യിൽ വേദപുസ്തകമാണ് അറിവ്, നമുക്ക് അറിവ് നേടാൻ തുടങ്ങും, അറിവ് വികസിക്കാൻ തുടങ്ങും, കഴിവുകളൊക്കെ വളരാൻ തുടങ്ങും. അങ്ങനെ അറിവ് നേടിക്കഴിഞ്ഞാൽ ജീവിതം സംഗീതമായി. ജീവിതം സംഗീതമായി എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം ഒരു താമര എപ്രകാരമാണോ വെള്ളത്തിലിരിക്കുന്നത്, ജീവിതത്തിൽ പിന്നെ ഒരു ദുഃഖ ദുരിതങ്ങളും നമ്മളെ സ്പർശിക്കുകയില്ല. വെള്ളത്തിലാണ് താമരയെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും താമരയെ സ്പർശിക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തെയും ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളും അലട്ടുകയില്ല. ഇത്രയും അറിവ് ഒരു ദേവിയുടെ ചിത്രത്തിൽ നിന്നും നാം ഗ്രഹിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ജപം എന്നുള്ളൊരു സംസ്കാരം, ബോധത്തെ വികസിപ്പിക്കാൻ ജപം വേണം. ബോധത്തിലാണ് ശക്തിയും കഴിവും ഒക്കെ ഇരിക്കുന്നത്. ബോധം വികസിക്കുമ്പോഴാണ് നമ്മുടെ വിദ്യ എളുപ്പത്തിൽ നമുക്ക് എല്ലാം ഗ്രഹിക്കാൻ പറ്റുന്നത്. ബോധം വികസിക്കുമ്പോഴാണ് ജീവിതത്തെ സംഗീതമാക്കി മാറ്റാൻ സാധിക്കുന്നത്. ബോധം വികസിക്കുമ്പോഴാണ് ഏത് പ്രതിസന്ധികളെയും നമുക്ക് ഒരു താമരപ്പൂ പ്രകാരമാണോ വെള്ളത്തിൽ സ്പർശിക്കാതെ വെള്ളത്തിലിരിക്കുന്നത്, അതേപോലെ നമുക്ക് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതം വളരെ ശുദ്ധമാണ്, ശുഭ്രമാണ്. അതാണ് വെളുത്ത സാരി കാണിക്കുന്നത്. ഇതെല്ലാം പ്രതീകാത്മകമാണ്. ഇപ്രകാരമൊക്കെ നാം മനസ്സിലാക്കിയാൽ ഈ ശ്രദ്ധ എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാവും
ബോധം വികസിപ്പിക്കാനുള്ള സാധനാനുഷ്ഠാനം കൃത്യമായി ചെയ്യുന്നതിൻ്റെ പേരാണ് ശ്രദ്ധ. അപ്പൊ ശ്രദ്ധയുള്ളവർക്ക് തൽപരശ്രദ്ധ, തൽപര എന്ന് പറഞ്ഞാൽ പരമമായത് ഏതാണ്? സത്യമായത് ബോധം തന്നെയാണ്. ബോധത്തെ അല്ല നിങ്ങൾക്ക് ശരീരത്തെ വികസിപ്പിക്കേണ്ട കാര്യമില്ല, ഊണ് കഴിച്ചാൽ വികസിച്ചോളും. നിങ്ങളുടെ കഴിവും ശക്തിയും വികസിപ്പിക്കണമെങ്കിൽ ബോധം തന്നെയാണ് പരമമായത്, സത്യമായത്. ഉള്ളതിനെ വികസിപ്പിക്കുക, അതാണ് ഭാരതത്തിന്റെ സംസ്കൃതി. ഉള്ളതിനെ വികസിപ്പിക്കുക, ആ ഉള്ള സത്യത്തെ വികസിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഉള്ളതിനെ നമ്മൾ സാധനാനുഷ്ഠാനങ്ങളിലൂടെ വികസിപ്പിക്കുകയാണെങ്കിൽ ജ്ഞാനം ലഭത്തെ, നിങ്ങൾക്ക് ആന്തരികമായ ജ്ഞാനവും ബാഹ്യമായ ജ്ഞാനവും നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ ജീവിതവും വൃഥാ. ഓം രാം രാവേ നമഃ. 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 ഓം രാം രാവേ